കേരളത്തിൽ ഇന്ന് വേർപെട്ട ദൈവജനം എന്നറിയപ്പെടുന്ന വിശ്വാസ സമൂഹത്തിന്റെ അനേകം സഭകളിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുന്നു. തലമുറകൾ ഒരുമിച്ച് ആരാധിക്കുന്നുണ്ട്. സ്തോത്രഗീതങ്ങൾ ഉയരുന്നുണ്ട്. കർത്തൃമേശ ആചരിക്കുന്നുണ്ട്. ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നു. അനേകരുടെ ജീവിതങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ ഈ ആത്മീക യാത്രയുടെ ആദ്യ അധ്യായം എവിടെയായിരുന്നു ആരംഭിച്ചത്? അതിന്റെ ഉത്തരം തേടണമെങ്കിൽ 2 നൂറ്റാണ്ടുകൾക്കപ്പുറം യൂറോപ്പിലേക്ക് നമുക്ക് ഒന്ന് യാത്ര ചെയ്യണം. 1770 യൂറോപ്പിന്റെ ഹൃദയഭാഗത്തുള്ള ജർമ്മനിയിലെ സിലേഷ്യ, അന്നവിടെ ചരിത്രം നിശബ്ദമായി മറ്റൊരു അധ്യായം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വർഷം ജൂലൈ 5 സിലേഷ്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള കേരളത്തിന്റെ ആത്മീക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുവാനിരുന്ന ഒരു പൈതൽ പിറവിയെടുത്തു. അവന്റെ മാതാപിതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തുടർന്ന് അവർ അവനൊരു പേര് നൽകി, തോബിയാസ്. യഹോവ നല്ലവൻ എന്നായിരുന്നു ആ പേരിന്റെ അർത്ഥം. ആ കുഞ്ഞ് ഒരു നാൾ സ്വന്തം നാടിന്റെ അതിർത്തികൾക്കപ്പുറം ഒരു ജനതയുടെ ആത്മീക ചരിത്രത്തെ സ്പർശിക്കുമെന്ന്, അവന്റെ ജീവിതം ഒരു ജനതയുടെ ആത്മീക യാത്രയുടെ ആദ്യ അധ്യായമായി മാറുമെന്ന് അന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. കാലം കടന്നുപോയി. ആ പൈതൽ വളർന്നു, ഒരു യുവാവായി. പിന്നീട് ചരിത്രത്തിന്റെ താളുകളിൽ ആ യുവാവിന്റെ പേര് ഇങ്ങനെ രേഖപ്പെടുത്തി, തോബിയാസ് റിംഗൽ ടൗവേ. പലരും സ്വന്തം സ്വപ്നങ്ങൾക്കായാണ് ജീവിക്കുന്നത്. എന്നാൽ സ്വന്തം സ്വപ്നങ്ങളെ പിന്നിലാക്കി ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന ചില മനുഷ്യരെ ചരിത്രം കാലാകാലങ്ങളിൽ നമുക്ക് കാണിച്ചു തരുന്നു. അവരിൽ ഒരാളായിരുന്നു തോബിയാസ് റിംഗൽ ടൗവേ. ദൈവം ഒരുക്കിയ ദൗത്യത്തിനായി അദ്ദേഹം തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷം ഇതുവരെ വ്യക്തമായി കേൾക്കാത്ത ജനങ്ങളിലേക്ക് പോകണം. പ്രത്യാശയുടെ സന്ദേശം കേൾക്കാൻ കാത്തിരിക്കുന്നവരിലേക്ക് എത്തണം. ആ ദൈവനിയോഗം ഏറ്റെടുത്ത തോബിയാസ് റിംഗൽ ടൗവോയ്ക്ക് ലണ്ടൻ മിഷണറി സൊസൈറ്റി ഒരു വാതിൽ തുറന്നു കൊടുത്തു. അവിടെയായിരുന്നു തോബിയാസ് റിംഗൽ ടൗവോയുടെ ജീവിതത്തിലെ ഒരു നിർണായക തീരുമാനം രൂപം കൊള്ളുന്നത്. താൻ അറിയാതെ തന്നെ ചരിത്രത്തിന്റെ അടുത്ത അധ്യായം തന്നിലൂടെ ദൈവം അവിടെ എഴുതി തുടങ്ങിയായിരുന്നു. അന്നത്തെ യാത്ര ഇന്നത്തെ പോലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാകുന്ന വിമാനയാത്രയായിരുന്നില്ല. അത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കടൽ യാത്രയായിരുന്നു. ജന്മനാടിനെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും പരിചിതമായ ജീവിതത്തെയും പിന്നിലാക്കിക്കൊണ്ട് ഒരു ദിവസം യൂറോപ്പിന്റെ തീരത്ത് നിന്ന് ഒരു കപ്പൽ യാത്ര തിരിച്ചു. മുന്നിൽ അനന്തമായ സമുദ്രം, അതിനപ്പുറം ദൈവം ഒരുക്കിയിരുന്ന ഒരു ദൗത്യം. കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് തോബിയാസ് തന്റെ ജന്മനാടിനെ നിശബ്ദമായി നോക്കി നിന്നു. പരിചിതമായ ലോകം പതിയെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തീരം പതിയെ മങ്ങിത്തുടങ്ങി. ഒടുവിൽ ആകാശവും കടലും ഒന്നിച്ചു ചേരുന്ന ദൂരക്കാഴ്ചയിൽ ജന്മനാട് ഒരു നേർത്ത വരയായി മാത്രം അവശേഷിച്ചു. മുന്നിൽ അനന്തമായ സമുദ്രം, പകൽ സൂര്യന്റെ ചൂട്, രാത്രിയിൽ നക്ഷത്രങ്ങളുടെ വെളിച്ചം, ചില ദിവസങ്ങളിൽ ശാന്തമായ തിരമാലകൾ, മറ്റു ചില ദിവസങ്ങളിൽ കൊടുങ്കാറ്റിന്റെ ഗർജനം. എന്നാൽ ഓരോ തിരമാലയും ദൈവം ഒരുക്കിയിരുന്ന ദൗത്യത്തിലേക്ക് തോബിയാസിനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾ നീണ്ട യാത്രകൾക്കൊടുവിൽ ദൂരെ ഒരു തീരം തെളിഞ്ഞു. കേരം തിങ്ങിയ തിരുവിതാംകൂറിന്റെ തീരം, കണ്ണെത്താത്ത പച്ചപ്പുകളും നിറയെ ജലാശയങ്ങളും, അവക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്ര ഗോപുരങ്ങളും. 1806 ഏപ്രിൽ 25 തോബിയാസ് റിംഗൽ ടൗവേ തിരുവിതാംകൂറിലെ മയിലാടിയിലെത്തി. ഇന്ന് മയിലാടി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. 1950 വരെ അത് തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. സമുദ്രങ്ങളുടെ സംഗമഭൂമിയായ കന്യാകുമാരിക്ക് സമീപമുള്ള മയിലാടി എന്ന ഗ്രാമം ഉണരുന്നത് ശിലയിൽ ഉളികൾ പതിയുന്ന നാദം കേട്ടുകൊണ്ടായിരുന്നു. ഭീമാകാരമായ കല്ലുകളിൽ ദേവരൂപങ്ങളും ക്ഷേത്രഭാഗങ്ങളും നിർമ്മിക്കുന്നവർ, ശിലകളിൽ കാവ്യം വിരിയിക്കുന്നവർ. എന്നാൽ ദൈവങ്ങൾക്കായി രമ്യഹർമ്മ്യങ്ങൾ പണിയുന്ന ഇവരുടെ ജീവിതം
ദുരിതപൂർണമായിരുന്നു. അപരിചിതമായ ഭാഷ, പരിചയമില്ലാത്ത ജനങ്ങൾ. ആ മണ്ണിലാണ് പിന്നീട് കേരളത്തിലെ വേർപാട് സഭകളുടെ ആദ്യ അധ്യായം എഴുതപ്പെടുവാൻ റിങ്കൽ ടോബയെ ദൈവം നിയോഗിച്ചത്. റിങ്കൽ ടോബയുടെ മൈലാടിയിലേക്കുള്ള വരവ് ഒട്ടും യാദൃച്ഛികമായിരുന്നില്ല. കാരണം ദൈവമേ, ഈ നാടിനായി ഒരു മിഷനറിയെ അയക്കണമേ എന്ന് വർഷങ്ങളായി മൈലാടിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ പുറകിലുള്ള ശബ്ദം മറ്റാരുടെയും ആയിരുന്നില്ല. അതായിരുന്നു ഒരു മഹാനിയോഗത്തിനായി കേരളത്തിന് വേണ്ടി കരഞ്ഞ മഹാരാജൻ ദേവമാണിക്യം എന്ന ദൈവദാസൻ. തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റത്ത് ജീവിച്ചിരുന്ന ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ജ്വലിച്ചിരുന്നു. താൻ അറിഞ്ഞ ക്രിസ്തുവിനെ തന്റെ നാട് അറിയണം. സുവിശേഷത്തിന്റെ വെള്ളി വെളിച്ചം ഈ മണ്ണിലും പരക്കണം. ആ ആഗ്രഹം ഒരു സ്വപ്നമായി മാത്രം ഒതുങ്ങിയില്ല, അത് പ്രാർത്ഥനയായി മാറി. വർഷങ്ങളോളം അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു, ഞങ്ങളുടെ ജനത്തെ പഠിപ്പിക്കാൻ ഒരാളെ അയക്കണമേ. അതിനായി അദ്ദേഹം പല വഴികളും തേടി. മിഷണറി സംഘടനകൾക്ക് സന്ദേശങ്ങൾ അയച്ച് കാത്തിരുന്നു. വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രത്യാശയോടെ കാത്തിരുന്നു. മനുഷ്യരുടെ കണക്കിൽ മറുപടി വൈകുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഓരോ സംഭവത്തിനും ഒരു നിശ്ചിത സമയമുണ്ടായിരുന്നു. 1806 തോബിയാസ് റിങ്കൽ ടോബെ മൈലാടിയിലെത്തിയപ്പോൾ അത് ഒരു മിഷനറിയുടെ വരവ് മാത്രമായിരുന്നില്ല, ഒരു പ്രാർത്ഥനയ്ക്കുള്ള ദൈവത്തിന്റെ മറുപടിയായിരുന്നു. ഒരാൾ ഈ മണ്ണിൽ ജനിച്ചവൻ, മറ്റൊരാൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് വന്നവൻ. ഒരാൾക്ക് ഈ നാടിന്റെ ഭാഷയറിയാം, മറ്റൊരാൾക്ക് സുവിശേഷം അറിയാം. ദൈവം ആ രണ്ടുപേരെയും ഒന്നിപ്പിച്ചു. അവിടെ നിന്നാണ് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത്. റിങ്കൽ ടോബെ മൈലാടിയിൽ താമസമുറപ്പിച്ചു. അദ്ദേഹം പ്രസംഗിക്കുവാൻ മാത്രം വന്ന ഒരാളായിരുന്നില്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. താൻ ഗ്രാമങ്ങളിലൂടെ നടന്നു, വീടുകൾ സന്ദർശിച്ചു, ജനങ്ങളുമായി സംസാരിച്ചു, അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും കേട്ട് അറിഞ്ഞു. അവരുടെ ഭാഷ പഠിക്കുവാൻ ശ്രമിച്ചു. കാരണം ഒരു ജനതയുടെ ഹൃദയത്തിൽ എത്തുവാനുള്ള ഏറ്റവും നല്ല വഴി അവരുടെ ഭാഷയിലൂടെ ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. മഹാരാജൻ ദേവമാണിക്യം ഈ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സഹപ്രവർത്തകനായി മാറി. പ്രാദേശിക ജനങ്ങളുമായി ബന്ധപ്പെടുവാനും സുവിശേഷത്തിന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കുവാനും റിങ്കൽ ടോബയുടെ ഓരോ ചുവടിലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ശുശ്രൂഷ എളുപ്പമായിരുന്നില്ല. പുതിയ വിശ്വാസത്തെ എതിർത്തവരുണ്ടായിരുന്നു, സാമൂഹിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, അപമാനങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നു. എന്നാൽ അവർ പിന്നോട്ട് പോയില്ല. കാരണം അവർ ആഗ്രഹിച്ചത് മനുഷ്യരുടെ അംഗീകാരത്തെയല്ല, ദൈവത്തിന്റെ വിളിയെ ആയിരുന്നു. അങ്ങനെ ചെറിയൊരു വിശ്വാസ സമൂഹം രൂപം കൊള്ളാൻ തുടങ്ങി. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ, പ്രതീക്ഷ കണ്ടെത്തിയ ജീവിതങ്ങൾ. ഒരു വിത്ത് ഉളയ്ക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം ആ മണ്ണിൽ പതിയെ വളരാൻ തുടങ്ങി. 1809 മൈലാടിയിൽ തിരുവചനത്തിന്റെ മാതൃക പ്രകാരം ദൈവജനം ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടി. വർഷങ്ങളുടെ പ്രാർത്ഥന, കാത്തിരിപ്പ്, കണ്ണുനീർ, അവയ്ക്കെല്ലാം ദൈവം നൽകിയ ഉത്തരമായിരുന്നു ആ ചെറിയ ആരംഭം. മഹാരാജൻ ദേവമാണിക്യത്തിന്റെയും തോബിയാസ് റിങ്കൽ ടോബയുടെയും വിശ്വാസം വെറുതെ ആയില്ല. അവിടെ നിന്നുയർന്ന ആരാധനയുടെ ശബ്ദം പിന്നീട് തലമുറകളിലേക്ക് എത്തുന്ന ഒരു ആത്മീയ പാരമ്പര്യത്തിന്റെ തുടക്കമായി മാറി. കേരളത്തിലെ വേർപാട് സഭയുടെ ചരിത്രത്തിൽ അത് ഒരു നാഴികക്കല്ലായി മാറി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ വിതച്ച വിത്തുകൾ പതിയെ മുളച്ചു തുടങ്ങി. ഒരിക്കൽ കുറച്ചുപേർ മാത്രമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ വിശ്വാസത്തിന്റെ വെളിച്ചം പരന്നു. ദൈവം ആരംഭിച്ച പ്രവൃത്തി മനുഷ്യശക്തി കൊണ്ടല്ല, അത് തന്റെ കൃപ കൊണ്ടാണ് വളരുന്നതെന്ന് ആ ചെറിയ സമൂഹം അനുഭവിച്ചത്. എന്നാൽ അതിനിടയിൽ മറ്റൊരു യാഥാർത്ഥ്യം റിങ്കൽ ടോബയെ തേടിയെത്തി. നിരന്തരമായ യാത്രകളും കഠിനമായ കാലാവസ്ഥയും വിശ്രമമില്ലാത്ത ശുശ്രൂഷയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചു. കാലം ശരീരത്തെ തളർത്തി, എന്നാൽ ദൈവവിളിയെ തളർത്താൻ
അതിന് കഴിഞ്ഞില്ല. കഴിയുന്നിടത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു. ഓരോ ദിവസവും അവസാന ദിവസമായിരിക്കാമെന്ന ബോധ്യത്തോടെയാണ് അദ്ദേഹം തന്റെ ദൗത്യം നിറവേറ്റിയത്. ഒടുവിൽ ഈ മണ്ണിനോട് യാത്ര പറയേണ്ട സമയമെത്തി. ഒരിക്കൽ യൂറോപ്പിൽ നിന്ന് അദ്ദേഹത്തെ ഈ തീരത്തേക്ക് കൊണ്ടുവന്ന കടൽ ഇപ്പോൾ വീണ്ടും മടക്കയാത്രയ്ക്ക് സാക്ഷിയായി. കപ്പൽ പതുക്കെ കേരം തിങ്ങിയ തിരുവിതാംകൂറിന്റെ തീരത്തെ പിന്നിലാക്കി മുന്നോട്ട് നീങ്ങി. എന്നാൽ ഈ പ്രാവശ്യം പിന്നിൽ അവശേഷിച്ചത് അപരിചിതമായ ഒരു നാടായിരുന്നില്ല. താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു സമൂഹം, പ്രാർത്ഥിക്കുന്ന ഒരു സഭ, തലമുറകളിലേക്ക് പകരാൻ തുടങ്ങിയ ഒരു വിശ്വാസത്തിന്റെ അടിത്തറ. റിംഗൽ ടൗബയുടെ ശുശ്രൂഷ ദൈർഘ്യത്തിൽ ചെറുതായിരുന്നു, എന്നാൽ സ്വാധീനത്തിൽ അത് അതിവിപുലമായിരുന്നു. ദൈവം ഉപയോഗിച്ച ജീവിതങ്ങളെ വർഷങ്ങൾ കൊണ്ടല്ല അളക്കുന്നത്, അവർ പാകിയ അടിത്തറ കൊണ്ടാണ്. മൈലാടിയിൽ വിതച്ച ആ ചെറിയ വിത്ത് പിന്നീട് തിരുവിതാംകൂറിലാകെയും മധ്യ തിരുവിതാംകൂറിലേക്കും മലബാറിലേക്കും വ്യാപിച്ചു. കാലം കടന്നപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അനേകം വേർപാട് സഭകളായി അത് വളർന്നു. ഇന്ന് സഭകളിൽ ഉയരുന്ന ആരാധനയും പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനവും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിശ്വാസി സമൂഹവും ആ അധ്യായത്തിന്റെ തുടർച്ചയാണ്. ദൈവവചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കും. കേരളത്തിലെ വേർപാട് സഭകളുടെ ആദ്യ അധ്യായം മൈലാടിയിൽ ആരംഭിക്കുവാൻ ദൈവം ഉപയോഗിച്ച വിശ്വസ്തനായ മനുഷ്യനായിരുന്നു തോബിയാസ് റിംഗൽ ടൗബെ. മൈലാടിയിൽ ആരംഭിച്ച ആ ആദ്യ അധ്യായത്തിന്റെ പ്രതിധ്വനി ഇന്നും കേരളത്തിന്റെ മണ്ണിൽ അഭംഗുരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ഒഴുക്കിലും മാഞ്ഞു പോകാതെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്